കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് ജീവനക്കാരനെ ആക്രമിച്ചതിൽ പ്രതിഷേധവുമായി ജീവനക്കാർ. ആക്രമണത്തിന് ഇരയായ നഴ്സ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയെങ്കിലും ഇതുവരെ പോലീസ് കേസെടുക്കാത്തതിലാണ് പ്രതിഷേധം. ആ ദൃശ്യങ്ങളിലേക്ക്. യാതൊരു പ്രകോപനവും കൂടാതെ എൻ്റെ അടുത്ത് വരികയും എൻ്റെ പേര് ചോദിക്കുകയും എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ അഡ്രസ്സ് അറിയണമെന്നും ഞാൻ അഡ്രസ്സ് പറയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുത്തിനേറി പിടിക്കുകയും ഭിത്തിയോട് ചേർത്ത് തന്നെ നെഞ്ചത്തിടിക്കുകയും ചെയ്തു. നെഞ്ചത്തിടിച്ചിട്ട് കൂടെ നിന്ന് ആൾക്കാർ പിടിച്ചു മാറ്റിയതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ്. എൻ്റെ വീട്ടുകാരെ ഞാൻ കേൾക്കാത്ത ഭാഷയിലുള്ള അസഭ്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. പരാതിക്കാരനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്നും അതിനുശേഷം കേസെടുക്കും എന്നാണ് പോലീസിന്റെ വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, സാധാരണത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ അതിവേഗം തന്നെ ഈ കേസ് നടപടികളിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? തീർച്ചയായിട്ടും രുചിഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത്. സംഭവം നടന്ന് ഇത്രയും സമയമാകുമ്പോഴും പോലീസ് കേസെടുത്തിട്ടില്ല. അയ്യോ, ആശുപത്രിയിൽ മുമ്പും സമാനമായി ജീവനക്കാർക്ക് നേരെ അക്രമം ഉണ്ടായതിനെ തുടർന്ന് അവിടെ പോലീസ് ഹെഡ് പോസ്റ്റും സ്ഥാപിച്ചിരുന്നു. പക്ഷേ പോലീസ് ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു മർദ്ദനം അവിടെ ജീവനക്കാർക്ക് ഏൽക്കേണ്ടി വന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ HMC ജീവനക്കാരും നഴ്സിംഗ് ജീവനക്കാരും ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായി മൊഴി എടുക്കാതെ തന്നെ പോലീസിന് കേസെടുക്കാമെന്നിരിക്കെ പോലീസ് ഇപ്പോൾ പറയുന്ന ന്യായം ഈ നഴ്സിംഗ് ജീവനക്കാരന്റെ മൊഴി എടുത്ത ശേഷം കേസ് എടുക്കാമെന്നൊരു വാദമാണ് പോലീസിനുള്ളത്. എന്തായാലും മർദ്ദനത്തിൽ ഈ ജയസേനന് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധം പോലീസ് കേസെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആശുപത്രി പ്രവർത്തനം സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധം നടത്താനാണ് ജീവനക്കാരുടെ ഒരു നീക്കം. എന്തായാലും പോലീസ് ഇന്ന് ഇതിൽ ഇടപെടുമോ എന്നാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരുടെ സംഘടനകളും നോക്കുന്നത്. എന്തായാലും ഇതുവരെയും മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്ന വിവരം. രുചീഷ്.